നമസ്കാരം. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരവലടവ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പരവലടവ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു. ഇന്നത്തെ വീഡിയോയിൽ മൂന്നാമത്തെയും നാലാമത്തെയും പരവലടവ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം പരവലടവ് 3. മൂന്നാമത്തെ പരവലടവ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 1 ഉം 2 നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ത തെയ് തെയ് ത അങ്ങനെയാണ് ചെയ്തത്. മൂന്നാമത്തെ പരവലടവിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ത തെയ് തെയ് താം ധി തെയ് തെയ് ത. ഇങ്ങനെയാണ്. ആദ്യത്തെ ആ സ്റ്റെപ്പിന് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇനി കൈ ആണെങ്കിൽ ഇങ്ങനെ പതാക പിടിച്ച് ഈ കൈ ഇങ്ങനെ താത്ത് ഡോളം ഇട്ട് ത തെയ് തെയ് ത ധി തെയ് തെയ് ത ത തെയ് തെയ് താം ധി തെയ് തെയ് ത. റൈറ്റ് സൈഡ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. കൈയും കാലും കൂടെ ചേർത്ത് ചെയ്യാം. ധളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്കിണത്തും ത തെയ് തെയ് താം ധി തെയ് തെയ് ത ത തെയ് തെയ് താം ധി തെയ് തെയ് താം. അത് കഴിഞ്ഞ് ഈ സൈഡിലേക്ക് ചേരിഞ്ഞ് ത തെയ് തെയ് താം ധി തെയ് തെയ് താം. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡ് ത തെയ് തെയ് താം ധി തെയ് തെയ് താം. ഇത്ര ആകുമ്പോഴേ ഒരു സൈഡ് ആവുന്നുള്ളൂ. ഇപ്പൊ റൈറ്റ് സൈഡാണ് നമ്മൾ ചെയ്തത്. ഇനി ലെഫ്റ്റ് സൈഡ് ഇതുപോലെ ചെയ്യണം. നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കൂടെ ഒരുമിച്ചൊന്ന് ചെയ്ത് നോക്കാം. ധളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്കിണത്തും ത തെയ് തെയ് താം ധി തെയ് തെയ് താം ത തെയ് തെയ് താം ധി തെയ് തെയ് താം ത തെയ് തെയ് താം ധി തെയ് തെയ് താം ത തെയ് തെയ് താം ധി തെയ് തെയ് താം. ഇനി ലെഫ്റ്റ് സൈഡ് ത തെയ് തെയ് താം ധി തെയ് തെയ് താം ത തെയ് തെയ് താം ധി തെയ് തെയ് താം ത തെയ് തെയ് താം ധി തെയ് തെയ് താം ത തെയ് തെയ് താം ധി തെയ് തെയ് താം. ഇങ്ങനെയാണ് പരവലടവ് 3 ചെയ്യുന്നത്. ഇനി പരവലടവ് 4 എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. നാലാമത്തെ പരവലടവ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം സ്റ്റെപ്പ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. ധളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്കിണത്തും ത തെയ് തെയ് താം ധി തെയ് തെയ് താം ത തെയ് തെയ് താം ധി തെയ് തെയ് താം. ഇങ്ങനെ സ്റ്റെപ്പ് വരുന്നത്. ഇനി എൻ്റെ കൈ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യം ഇവിടെ കടകാമുഖം, അത് കഴിഞ്ഞ് കടകാമുഖം പിടിച്ച് അരമണ്ഡലത്തിൽ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ത എന്ന് പറയുമ്പോൾ കയ്യിൽ അളപത്മം, ഈ റൈറ്റ് സൈഡിലേക്ക് ചെറിയൊരു ജമ്പ് ത ത തെയ് തെയ് താം ധി തെയ് തെയ് താം. പിന്നെ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ത തെയ് തെയ് താം ധി തെയ് തെയ് താം. ഇങ്ങനെയാണ് കൈകൾ വരുന്നത്.
നമുക്ക് കൈയും കാലും കൂടെ ഒന്ന് ചേർത്ത് ചെയ്ത് നോക്കാം. തളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്കിണ തൂം താ തെയ് തെയ് താം ദി തെയ് തെയ് താം താ തെയ് തെയ് താം ദി തെയ് തെയ് താം. ഇങ്ങനെയാണ് നാലാമത്തെ പരവലടവ് വരുന്നത്. പരവലടവെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരടവ് പഠിക്കും. ഇതുവരെ തന്നുകൊണ്ടിരുന്ന സപ്പോർട്ട് എല്ലാവരും തുടർന്നും തരിക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.